ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നത്. റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക കട്ടളപ്പാളി സ്വർണം മോഷ്ടിക്കുന്നതിനും 2 വർഷം മുൻപ്, അതായത് 2019 2 വർഷം മുമ്പ് 2017 ശബരിമലയിൽ പണി തുടങ്ങി എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ പണിക്കായി കയറ്റിയത് 2019 പകരം 2017 എന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. 2017 മണികൾ മാറ്റി സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ശബരിമലയിൽ പുരാതനമായ 2 കൂറ്റൻ മണികളും 4 കമ്പവിളക്കുകളും സ്പോൺസർ ചെയ്യാൻ അഭിഭാഷക കമ്മീഷണർ അഡ്വക്കേറ്റ് ASP കുറുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചതിന്റെ തെളിവുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. അന്ന് ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് UDF നിയമിതരായ പ്രയാർ ഗോപാലകൃഷ്ണൻ. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. 2019 കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പപാളികളും കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പണി എടുത്തിരുന്നത്, പകരം അതിനു മുൻപ് സമാനമായ രീതിയിലുള്ള സ്പോൺസർഷിപ്പ് പണികൾ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്ന ചോദ്യം. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് അന്ന് UDFന്റെ ദേവസ്വം ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ അഭിഭാഷക കമ്മീഷണറായ ASP കുറുപ്പിന്റെ അനുവാദത്തോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്പോൺസറായിട്ട് വരുന്നു എന്നുള്ളതിന്റെ രേഖകളാണോ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്? TV പ്രസാദ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയല്ലേ ഇത്? ഉറപ്പായും അരുൺ, ഇതുവരെ നമ്മൾ കേട്ടത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2007 മുതൽ തന്നെ ഉണ്ട്. കണ്ഠരർ രാജീവരെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ 2019 ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം മോഷ്ടിച്ചത് കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എന്തെങ്കിലും ചെയ്തു എന്നതിൻ്റെ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളതല്ല. കാരണം 2019 അത് LDFന്റെ നേതൃത്വത്തിലുള്ള A പത്മകുമാറും N വാസുവും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന വൻ കൊള്ളയായിരുന്നുവെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ ഭരണസമിതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഉത്തരവാണ് അരുൺ നമ്മൾ പുറത്തുവിടുന്നത്. ഉത്തരവ് 27/4/2017. അതായത് ദ്വാരപാലകരിലെ സ്വർണവും കട്ടിളപ്പടിയിലെ സ്വർണവും മോഷ്ടിക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ മണികൾ, ശബരിമലയിലെ 2 പടുകൂറ്റൻ മണികൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്തതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് അരുൺ നമ്മൾ പുറത്തുവിടുന്നത്. തീയതി ഒന്നുകൂടി പറയാം, 27/4/2017. 2017 ഏപ്രിൽ മാസം 27-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ 2 പുരാതന വാല്യൂ ഉള്ള പടുകൂറ്റൻ മണികൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഉത്തരവ് കൊടുത്തിരിക്കുന്നു. ഈ ഉത്തരവിന്റെ പരാമർശം ഒന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ദേവപ്രശ്ന ചാർത്തായിരുന്നുവെങ്കിൽ പരാമർശം 2 അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ ASP കുറുപ്പിന്റെ 24/4/2007 കത്ത്. അതായത് വെറും 3 ദിവസം മുമ്പ് അന്നത്തെ അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പ് ഒരു കത്ത് കൊടുക്കുമ്പോഴേക്ക് അത് ഉത്തരവായി പുറത്തിറങ്ങുന്നു. അതിവേഗതയാണ് അരുൺ, അതിവേഗതയിലാണ് എല്ലാ നടപടികളും മുന്നോട്ട് പോയത്. അഭിഭാഷക കമ്മീഷണർ ശ്രീ ASP കുറുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചതിന്റെ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. കാരണം ASP കുറുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ ഫൈനൽ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അതിൽ പറയുന്നുണ്ട് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടിരുന്നു എന്ന്. അരുൺ, ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വരുന്ന മണിക്കൂറിലോ വരുന്ന ദിവസങ്ങളിലോ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം ശബരിമലയിലെ 2 പുരാതനമായ കൂറ്റൻ മണികൾ, അതിൻ്റെ മണിമണ്ഡപങ്ങൾ എന്തിനാണ് മാറ്റിയത് എന്ന കാര്യത്തിൽ ദുരൂഹതയേറുകയാണ് അരുൺ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് കേടുപാടുണ്ടെന്ന് പറയുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ വാതിലിനകത്തുകൂടി എലി കയറിപ്പോകുന്നു എന്ന് പറഞ്ഞാണ് വാതിൽ മാറ്റാൻ തുടങ്ങിയത്. തിളക്കം കുറവ് പറഞ്ഞ് കട്ടിളപ്പടി മാറ്റി, തിളക്കം കുറവ് പറഞ്ഞ് ദ്വാരപാലകരിലെ പാളി മാറ്റി. തീർന്നില്ല അരുൺ, കൊടിമരം, അതായത് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കൊടിമരത്തിന്റെ അടിഭാഗത്ത് ഉറുമ്പും ചെതലും മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കൊടിമരം മാറ്റി. മണികൾ എന്തിനാണ് മാറ്റിയതെന്നതിന്റെ മറുപടി ഇതിൽ തന്നെയുണ്ട്. അത് ഒരുപക്ഷെ തകർന്നു വീണ് ഭക്തർക്ക്
ജീവഹാനി ഉണ്ടാകാം എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണത്രേ അത് മാറ്റിയത്. കാരണം പതിറ്റാണ്ടുകളായി അവിടെ നിൽക്കുന്ന ഈ മണികൾക്കും അതിന്റെ തൂണുകൾക്കും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലയളവിൽ തന്നെ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് അരുൺ ഗുരുതരമായ പ്രശ്നം. ഒരുപക്ഷെ കൊടിമരം മാറ്റിയതുപോലെ തന്നെയാണ് ഈ മണികൾ മാറ്റിയിട്ടുണ്ടാവുക. അരുൺ, ഇതിൽ പ്രശ്നമുള്ളത് ആ പഴയ മണികൾ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല. അതിലൊന്ന് പമ്പയിലും അതിലൊന്ന് മാളികപ്പുറത്തും സ്ഥാപിക്കണമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും അതങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത് 2019 അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും എല്ലാം ആ കാലഘട്ടത്തിൽ മാത്രമല്ല പോറ്റി അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് 2017 പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പ് എന്തിനാണ് പോറ്റിയെ വിളിച്ചത് എന്ന ചോദ്യം പ്രധാനമാണ്. വിവിധങ്ങളായ അമ്പലങ്ങളിൽ കൊടിമരം സ്ഥാപിക്കുന്നിടത്ത് അഭിഭാഷക കമ്മീഷണറായി ASP കുറുപ്പുണ്ട്. അതേ ASP കുറുപ്പ് പോറ്റിയെ വിളിച്ചു കൊണ്ടുവരാനുള്ള കാരണം എന്ത് അരുൺ? ഇതിൽ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടതുപോലെ ഒരുപക്ഷെ ഈ മണികളുടെ കാര്യത്തിൽ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൊടിമരത്തിലെയും ഇത് ഒരു ഗുരുതരമായ വിഷയമാണ്. 2019 ശബരിമലയിൽ കയറി വാർത്തയുടെ പ്രത്യേകത ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ 2019 മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഔദ്യോഗികമായി രേഖാമൂലം സ്പോൺസറായി വന്നത് എന്നാണ്. 2019 മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി വന്നതിന്റെ ആദ്യ രേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്, അല്ലേ? ഉറപ്പായും അരുൺ, നമുക്ക് കിട്ടിയതിന്റെ ആദ്യ രേഖ അതായത് നേരത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് 2019 എല്ലാവരും കരുതിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യാവസാനം ചെയ്തത് അത് മാത്രമായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്തെല്ലാം കൊടിമരം കൊണ്ടുള്ള ഘോഷയാത്രയിലും മറ്റുള്ള ഘോഷയാത്രയിലുമെല്ലാം പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഒപ്പം വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ സ്പോൺസർഷിപ്പ് കൊടുത്തതിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഇന്നേ വരെ പുറത്തു വന്നതായി ആരും കണ്ടിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലേക്കും ഇത് നീണ്ടുപോയതായി നമ്മൾ ആരും കണ്ടിട്ടില്ല. അരുൺ, ഇതിലൊരു ഗുരുതരമായ പ്രശ്നമുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ശബരിമലയിലെ കൊള്ളയെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടല്ല സമീപിക്കേണ്ടത്. പകരം അവിടെ ഒരു മാഫിയ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലേക്ക് LDF പോയാലും UDF പോയാലും ഇനി നാളെ BJP വന്നാലും ഈ മാഫിയയുടെ കൈകളിലേക്ക് മാറുന്നു എന്നതിന്റെ തെളിവുകളാണ്. കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ വലിയ ഭക്തനാണെന്നും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്നും പരക്കെ UDF നേതാക്കൾ ഓരോരുത്തരും പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയത്ത് അവിടെ കയറിയത് എന്നതിന് കൂടി മറുപടി വേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ ശബരിമലയിൽ നടക്കുന്ന ഒരു സമാന്തര മാഫിയ പ്രവർത്തനത്തിലേക്ക് അതിന്റെ ഭാഗമാവുകയാണ് അവിടെ എത്തിയവർ എല്ലാവരും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന് നേതൃത്വം നൽകുകയോ അതിനിടനില നിൽക്കുകയോ ചെയ്യുന്ന ആൾ മാത്രമായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. എല്ലാ ആളുകളെയും അവിടുത്തെ കൊള്ളയ്ക്ക് വേണ്ടി സമർത്ഥമായി ഉപയോഗിക്കാൻ ഈ ഉപജാപക സംഘത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന വാർത്തയുടെ പ്രസക്തി. കാരണം ഇതിൽ LDF എന്നോ